നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മീഡിയേഷൻ ആൻഡ് കൗൺസിലേഷൻ സെന്ററിന്റെയും പിറവം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വൈക്കത്തഷ്ടമിയുടെ ദർശന പ്രാധാന്യമായ അഷ്ടമി വിളക്ക് ഭക്തി നിർഭരമായി. വടകര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ഉത്രം പൂജയും നെയ്യാട്ടും ഭക്തിസാന്ദ്രമായി. വാർത്തകൾ വിശദമായി. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ സെന്ററിന്റെയും പിറവം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ലീഗൽ അതോറിറ്റിയുടെയും മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ സെന്ററിന്റെയും പിറവം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മധ്യസ്ഥത തർക്കപരിഹാരത്തിനുള്ള പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് സാധാരണക്കാരിൽ അവബോധം വളർത്തുന്നതിനുള്ള മഹത്തായ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജിയും കേരള സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ സെന്ററിന്റെ ഗവേണിംഗ് ബോഡി പ്രസിഡന്റുമായ ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജിയും കേരള സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ സെന്റർ ഗവേണിംഗ് ബോഡി അംഗവുമായ ജസ്റ്റിസ് എസ് സിരിജഗൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹൈക്കോർട്ട് മീഡിയേഷൻ സെന്റർ കോർഡിനേറ്ററും അക്രഡിറ്റഡ് മീഡിയേറ്ററുമായ അഡ്വക്കേറ്റ് ചിൻസി ഗോപകുമാർ വിഷയാവതരണം നടത്തി. കേരള ഹൈക്കോടതി ADR സെന്റർ ഡയറക്ടറും ജില്ലാ ജഡ്ജിയുമായ കെ സത്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബുക്ക് ജേക്കബ്, ഹൈക്കോർട്ട് മീഡിയേഷൻ സെന്റർ കോർഡിനേറ്ററും അക്രഡിറ്റഡ് മീഡിയേറ്ററുമായ അഡ്വക്കേറ്റ് PT ഗിരിജൻ, പിറവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ഡോമി തുടങ്ങിയവർ സംസാരിച്ചു. വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് തീർച്ചയായിട്ടും ഇന്ന് ഈ മീഡിയേഷൻ സെന്ററിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ കോടതിയിലേക്ക് പോകുന്നത് അർഹമായ നീതി നമുക്ക് വിശ്വസിക്കുന്നുണ്ട്. നീതിയുക്തമായ സമീപനം നമുക്ക് ലഭിക്കാതാവുമ്പോൾ നമ്മൾ അതേ പ്രാപിക്കുന്നത് കോടതിയാണ്. നമുക്കറിയുന്ന കേരളത്തിന്റെ പൊതുവായ സ്ഥിതിവിശേഷം നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നീതിന്യായ സംവിധാനം കൂടുതൽ സുതാര്യമായിട്ടും സുഗമമായിട്ടും മുമ്പോട്ട് പോകാൻ കഴിയുന്നു. ഏറ്റവും പ്രകടമായ ഒരു ഭാവം അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ഉടലെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ തർക്കങ്ങൾ. ആ തർക്കങ്ങൾക്ക് ദേശത്തിൻ്റെ ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും അടിവരച്ചുകൊണ്ടുള്ള അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളാകുമ്പോൾ അവ കോടതികളിലേക്ക് വ്യവഹാരങ്ങളായി പോകുന്നു. വ്യവഹാരരഹിതമായ ഭാരതം, വ്യവഹാരരഹിതമായ സംസ്ഥാനം, വ്യവഹാരരഹിതമായ പഞ്ചായത്ത് എന്ന് വിഭാവനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. തർക്കങ്ങളും വ്യവഹാരങ്ങളും ഉണ്ടാകും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹം ഊർജ്ജസ്വലമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. ആ ഊർജ്ജസ്വലമായ സമൂഹത്തിലുണ്ടാകുന്ന തർക്കങ്ങൾ സമയാധിഷ്ഠിതമായി പരിഹരിക്കപ്പെടുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും അറിവുള്ളത്. പക്ഷേ നമ്മുടെ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക. പ്രിയപ്പെട്ട നമ്മളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ നാട്ടുപുറത്തുള്ളവർക്ക് അറിയാതെ മനസ്സിലാക്കാൻ പോകുന്നു. കേസിനെ സംബന്ധിച്ച് മധ്യസ്ഥതയോടെ തീർച്ചയാക്കുക. പ്രിയപ്പെട്ട ചിൻസി ഗോപകുമാർ പറഞ്ഞതുപോലെ വലിയ കാര്യമാണ്. നമുക്ക് സാമ്പത്തിക നേട്ടം, അതേപോലെ തന്നെ നമ്മുടെ സമ്മേളനം, പല കേസുകൾ ഉദാഹരണത്തിന് പറയുന്നത് നിയോഗിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ മാഡത്തിന്റെ പേര്? എൻ്റെ പേര് ഷേർലി. ഞാനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അനിയത്തി രണ്ടാം ന്യായക്കാരി. എൻ്റെ പേര് ഷെറിൻ. എൻ്റെ പേര് ബാബു. ഞാൻ ഇവരാണ് എനിക്കെതിരെയാണ് കേസ് കൊടുത്തിരുന്നത്. നടപടിയിലേക്ക് നീങ്ങാം. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിച്ചെല്ലാം തീർക്കാം. ഈ മീഡിയ
കൂടുതൽ അധികം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണോ മീഡിയേഷന് വരുന്നത്? കോടതി ചോദിച്ചു അപ്പോൾ സമ്മതിച്ചു വന്നതാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഈ മീഡിയേഷൻ എന്ന കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ച്, നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച് അത് എത്രയും പെട്ടെന്ന് അതൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവരുടെ അമേരിക്കയിൽ അയച്ചു. അതിനുശേഷം പിന്നീട് പൈസ ഒന്നും അയച്ചു തന്നിട്ടില്ല എന്നല്ലേ ബാബു പറഞ്ഞത്? ശരിയാണെന്നൊക്കെ അയച്ചു. അതൊക്കെയാണ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെലവായിട്ടുള്ളതൊന്നും കാര്യമായിട്ട് എന്റെ സമ്പാദ്യം തന്നെ എന്റെ അധ്വാനം ഉണ്ടായത് അതൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മയെ കാണിക്കാൻ സമ്മതമല്ല, കുടുംബത്തിന്റെ ഓഹരി കൊടുക്കാൻ സമ്മതമല്ല, അത്രയല്ലേ പറയുന്നത്? അത് എന്നെ 2 കേസ് പ്രതിയാക്കി കള്ളത്തരം മാത്രം നിലത്തിരിക്കുക. നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയല്ലേ കേസ്, ബാബുവിന്റെ കേസ്. ഇനി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എന്ത് ജീവിത കഴിയുവാൻ നിയമസഹായ വേദിയുടെ ബോധവൽക്കരണ ക്ലാസും +2 വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കുമുള്ള ക്വിസ് മത്സരവും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് CV ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KN ചന്ദ്രശേഖരൻ, പിറവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ഡോമി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജൂലി സാബു, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സലീം, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP തങ്കച്ചൻ, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ജിബു P തോമസ്, ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനിലെ അഡ്വക്കേറ്റ് ജോൺസൺ വർഗീസ്, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പ്രേംസൺ മാഞ്ഞാമറ്റം, ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി കുര്യാക്കോസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ബാബു, പിറവം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറി ഷിബു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്വിസ് മത്സരത്തിന് പിറവം BBC കോളേജിലെ ഡോക്ടർ സന്തോഷ് P കുരുവിള നേതൃത്വം നൽകി. വിജയികൾക്കുള്ള സമ്മാനദാനം പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു K ജേക്കബ് നിർവഹിച്ചു. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം വിദ്യാലയങ്ങളിലെ റാഗിംഗ് എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സിന് അഡ്വക്കേറ്റ് ജോയ് ചാക്കോ മാത്യു നേതൃത്വം നൽകി. വളരെ വലിയൊരു കാര്യമാണ്. കാരണം നിയമത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ അറിവ്, ഒരു സാമാന്യ ബോധം, അത് ഏതൊരു പൗരനും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസം കമ്പൽസറിയാണ്. പക്ഷേ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നിയമത്തെക്കുറിച്ചുള്ള ഒരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനൊരു പാഠ്യപദ്ധതി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചു വരുമ്പോൾ അവർക്ക് നിയമത്തെക്കുറിച്ചുള്ള ഒരു സാധാരണക്കാരന് വേണ്ട അറിവ് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. മൂവാറ്റുപുഴയാണ് 22 കിലോമീറ്റർ യാത്ര. നമ്മളെ സംബന്ധിച്ച് രാജഭരണകാലത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കോടതി അപ്പോൾ പിറവത്തെ സംബന്ധിച്ച് ഒരുപടി പ്രാധാന്യം ഈ 12 പഞ്ചായത്തുകളുടെ ഹെഡ്ക്വാർട്ടർ എന്ന നിലയിൽ, തലസ്ഥാനം എന്ന രീതിയിൽ പിറവത്ത് ഒരു അത്യന്താപേക്ഷിത കാര്യമാണ്, അത്യന്താപേക്ഷിതമായ കാര്യമാണ് കോടതി. പുതുതായി 15 കോടതികൾ അനുവദിക്കുന്ന ലിസ്റ്റ് വന്നപ്പോൾ പിറവത്തിന്റെ പേര് കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ തീർച്ചയായും പിറവത്ത് അത് ലഭിക്കണം. അത് ലഭിക്കുവാനുള്ള പ്രവർത്തനം ഏറ്റവും ആദരണീയനായ നമ്മുടെ പിറവത്തിന്റെ സ്വതന്ത്രൻ പ്രിയങ്കരനായ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള സഹായ സഹകരണം ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വൈക്കത്ത് അഷ്ടമിയുടെ ദർശന പ്രാധാന്യമായ അഷ്ടമി വിളക്ക് ഭക്തി നിർഭരമായി. വൈക്കത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ സംഗമവും ഉദയനാപുരത്തപ്പൻ വിട പറയുന്ന വികാര നിർഭരമായ ചടങ്ങും ഭക്തർക്ക് ദർശന പുണ്യമായി. ഭക്തലക്ഷങ്ങളാണ് വെളുപ്പിനെ വരെ നീണ്ട ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. അഷ്ടമി ഉത്സവത്തിൻ്റെ സമാപന ചടങ്ങാണ് അഷ്ടമി വിളക്ക്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കീഴടങ്ങളായുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പുകൾക്ക് വൈക്കം വടക്കേനട, കിഴക്കേനട, തെക്കേനട എന്നിവിടങ്ങളിൽ ഗംഭീര സ്വീകരണം നൽകിയാണ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. കിഴക്കേ ആനപ്പന്തലിൽ 9 ദേവീദേവന്മാർ സംഗമിക്കുന്നതോടെ അഷ്ടമി വിളക്ക് ആരംഭിച്ചു. നാദസ്വര ചക്രവർത്തി PS ബാലമുരുകനും സംഘവും അവതരിപ്പിച്ച നാദസ്വരമേളം കൂടിയ എഴുന്നള്ളിന് അകമ്പടിയായി. അച്ഛനായ വൈക്കത്തപ്പനും മകനായ ഉദയനാപുരത്തപ്പനും നടുവിലും മറ്റ് ദേവീദേവന്മാർ ഇരുവർക്കും അകമ്പടിയായി എഴുന്നള്ളത്ത് നടത്തി. തുടർന്ന് വലിയ കാണിക്ക നടന്നു. പണ്ട് നൽകിയ സഹായത്തിന് പ്രതിഫലമായി
ഊരാൺമക്കാർ കൊടുത്ത അവകാശമനുസരിച്ച് കറുകൈ കൈമൾ പല്ലക്കിലേറി വന്ന് കാണിക്ക സമർപ്പിച്ചതോടെ ഭക്തരും ഭഗവാന് കാണിക്ക സമർപ്പിച്ചു. അഷ്ടമി വിളക്കിന് ശേഷം ദേവീദേവന്മാരുടെ യാത്രയപ്പ് ചടങ്ങുകൾ നടന്നു. വികാരനിർഭരമായ ഈ ചടങ്ങ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ദേവീദേവന്മാരെ യാത്രയച്ചതിന് ശേഷമാണ് അച്ഛനായ വൈക്കത്തപ്പനോട് മകനായ ഉദയനാപുരത്തപ്പൻ വിട ചോദിക്കുന്നത്. വിരഹത്തിൻ്റെ പിരിമുറുക്കം അനുഭവപ്പെടുന്ന നിശബ്ദ പശ്ചാത്തലത്തിൽ ഉദയനാപുരത്തപ്പനെയും വൈക്കത്തപ്പനെയും എഴുന്നള്ളിച്ച ഗജവീരന്മാർ മുഖത്തോട് മുഖം നോക്കി യാത്ര പറയുന്നു. പുത്രൻ്റെ വിട പറയൽ ഒരച്ഛൻ്റെ തികഞ്ഞ പ്രൗഢിയോടെ അടക്കി പിടിച്ച് തീവ്രമായ വികാരത്തോടെ മകനെ യാത്രയയക്കുവാൻ വടക്കേ ഗോപുര നടയിൽ നിൽക്കുന്ന സമയം ഉദയനാപുരത്തപ്പൻ്റെ തിടമ്പേറ്റിയ ഗജവീരൻ തുമ്പിക്കൈ ഉയർത്തി ഓംകാരം മുഴക്കുന്ന ശംഖുലിക്കൊത്ത് ശബ്ദം പുറപ്പെടുവിച്ച് യാത്ര ചോദിച്ചു. സ്തബ്ധനായി മകൻ്റെ യാത്ര നോക്കി നിന്ന് ശ്രീകോവിലിലേക്ക് തിരിച്ചെഴുന്നള്ളുന്ന വൈക്കത്തപ്പൻ്റെയും വികാരനിർഭരമായ ചടങ്ങ് ഭക്തലക്ഷങ്ങളുടെ മനസ്സിൽ മറക്കാനാവാത്ത അനുഭവമായിരുന്നു. വെട്ടിക്കൽ സെന്റ് തോമസ് ദേറായിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. മാർത്തോമാ ശ്ലീഹയുടെ നാമത്തിൽ സ്ഥാപിതമായതും AD 1125 മലങ്കര സഭയിലെ പ്രഥമ ദേറായും പരിശുദ്ധ പരിമല തിരുമേനിയുടെ സന്യാസ ജീവിതം കൊണ്ട് പരിപാവനമാക്കപ്പെട്ടതുമായ ഇവിടെ ആ പരിശുദ്ധൻ്റെ മെത്രാൻ സ്ഥാനാഭിഷേക ശതാബ്ദി സ്മാരകമായി തിരുശേഷിപ്പ് സ്ഥാപിച്ചതു മുതലാണ് ഓർമ്മ പെരുന്നാൾ നടത്തിവരുന്നത്. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മൊറാൻ മോർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിനും മറ്റ് പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിനുമാണ് പെരുന്നാൾ ചടങ്ങുകൾ നടക്കുക. ദേറ മാനേജർ ഫാദർ M. ജേക്കബ് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. സൺഡേ സ്കൂൾ വാർഷികം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ തുടങ്ങിയവ പെരുന്നാളിൻ്റെ ഭാഗമായി നടക്കും. വടകര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ഉത്രം പൂജയും നെയ്യാട്ടും ഭക്തിസാന്ദ്രമായി. ഭക്തർ നിറയ്ക്കുന്ന നാളികേരം അവരുടെ ശരീരമായും അതിനുള്ളിൽ നിറയ്ക്കുന്ന നെയ്യ് ആത്മചൈതന്യമായും സങ്കല്പിച്ച് ആ നാളികേരം ഉടച്ച് നെയ്യ് ഭഗവത് സ്വരൂപത്തിൽ പൂജാവിധികളോടെ അഭിഷിക്തമാക്കുമ്പോൾ കലിയുഗവരതൻ സർവ്വ ഐശ്വര്യപ്രദായകനും സർവ്വദുരിത നിവാരകനായും വർത്തിക്കുന്നു. തുടർന്ന് ഒരു മുറി നാളികേരം തിലം നിറച്ച് ശനീശ്വര കുണ്ടത്തിൽ സമർപ്പിക്കുന്നതോടെ സർവ്വ ശനിദോഷങ്ങൾക്കും ശാന്തി കൈവരുമെന്നാണ് വിശ്വാസം. രാവിലെ തടത്തിൽ സർപ്പ ധർമ്മദൈവ സങ്കേതത്തിൽ നിന്നും ഗണപതി പൂജയ്ക്കും മഹാശാസ്ത്രീയ പൂജയ്ക്കും ശേഷം നെയ്യാട്ടിനുള്ള നാളികേരം ഭക്തി നിർഭരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചു. തുടർന്ന് ഉച്ചപൂജയുടെ സ്നാനകാലത്ത് ദ്രവ്യകലശാഭിഷേകവും അഷ്ടദ്രവ്യ കലശാഭിഷേകവും തുടർന്ന് സർവാലങ്കാര പൂജയും 12,000 പുഷ്പാഞ്ജലിയും നടന്നു. വടകര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രാർത്ഥനാലയ സമർപ്പണ ചടങ്ങ് നടന്നു. വൈക്കം SNDP യൂണിയൻ പ്രസിഡന്റ് PV ബിനേഷ് പ്ലാത്താനം പ്രാർത്ഥനാലയ സമർപ്പണം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് KR ബിജു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി NK സുധീഷ്, SNDP യൂണിയൻ കൗൺസിലർ VS അനിൽകുമാർ, ശാഖാ വൈസ് പ്രസിഡന്റ് NK വിശ്വംഭരൻ, വനിതാ സംഘം പ്രസിഡന്റ് വത്സല മോഹനൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ആശിഷ് ഉപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വൈക്കം SNDP യൂണിയൻ സെക്രട്ടറി MP സൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ SNDP യൂണിയനെ സംബന്ധിച്ച് 69 ശാഖകളുണ്ട്. ഈ 69 ശാഖകളിൽ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂണിയനിലും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്കൂളിൻ്റെതായാലും ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ആയാലും അങ്ങനെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ചെറിയ ശാഖയിൽ ഇത്രയും നല്ല രീതിയിലൊരു കാര്യം ചെയ്തത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അത് പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല. ചില ഫ്ലോറിങ്ങിൻ്റെയും മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം. ഇത് ആൾക്കാർക്ക് ഉതകുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്യാൻ ഈ ഭരണസമിതിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവർ നല്ല ആത്മാർത്ഥമായി ശ്രമിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിക്കാൻ സാധിച്ചത്. ലഖ്നൌവിൽ മരണമടഞ്ഞ അർദ്ധസൈനികൻ വെള്ളൂർ ഇടവേലിക്കൽ ഷൈമോന്റെ കുടുംബത്തിന് 5-ാം വാർഡ് കുടുംബശ്രീ ശേഖരിച്ച ഫണ്ട് കൈമാറി. ഏറെ മോഹങ്ങൾ ബാക്കി വെച്ച് സൈനികനാകും മുമ്പ് പരിശീലനത്തിനിടെയാണ് ഷൈമോൻ നമ്മെ വിട്ട് പിരിഞ്ഞത്. ഷൈമോന്റെ കുടുംബത്തിന് തെല്ല് സഹായവുമായാണ് 5-ാം വാർഡിലെ ധന്യ കുടുംബശ്രീ, ജ്യോതി കുടുംബശ്രീ, ശ്രേയസ്, പത്മശ്രീ എന്നീ കുടുംബശ്രീകൾ സമാഹരിച്ച ഫണ്ട് മാതാപിതാക്കൾക്ക് കൈമാറിയത്. വെള്ളൂർ
5-ാം വാർഡ് അംഗനവാടിയിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ പുഞ്ചായൽ ചന്ദ്രൻ ഷൈമോന്റെ മാതാപിതാക്കൾക്ക് ഫണ്ട് കൈമാറി. CDS ചെയർപേഴ്സൺ സുനിതാമണി സന്നിധയായിരുന്നു. രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നതിനും സ്വന്തം ജീവിതം പോലും അർപ്പിക്കാൻ തയ്യാറായി വന്നൊരു ചെറുപ്പക്കാരൻ നമ്മളെ എല്ലാവരെയും വിട്ട് പുള്ളിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ വേർപിരിഞ്ഞു പോവുകയുണ്ടായി. എൻ്റെ അറിവ് എൻ്റെ സഹ മെമ്പർമാരുൾപ്പെടെ എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് വെച്ച് അമ്മയും അച്ഛനെയും അവിടെ താമസിപ്പിക്കണം എന്നുള്ളതെന്ന് പറഞ്ഞിരുന്നു. തലയോലപ്പറമ്പിലെ അമ്മോസ് സൂപ്പർ മാർക്കറ്റ് പ്രശസ്ത സിനിമാ താരം കാവ്യ മാധവൻ ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ K. അജിത്, മോൻസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. അപ്പച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയാസ് കുതിരവേലിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലീനാമ ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് ജേക്കബ്, T. N. രമേശൻ, EM കുഞ്ഞുമുഹമ്മദ്, P. നാരായണൻ XMLA, VT ജെയിംസ്, CJ ജോൺ, KK സിദ്ദിഖ്, സുഭാഷ് പുഞ്ചങ്കോട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പല വ്യഞ്ജനങ്ങൾ, പോഷകമൂല്യമുള്ള പച്ചക്കറികൾ, ഇറച്ചി, മത്സ്യം, സ്റ്റേഷനറി, ഭക്ഷണപദാർത്ഥങ്ങൾ, പാനീയങ്ങൾ, ഐസ്ക്രീമുകൾ, ആഭരണങ്ങൾ, ക്രോക്കറി, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങിയവ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പ്രൊപ്പറേറ്റർ അനിൽ ചെള്ളാങ്കൽ അറിയിച്ചു. വൈക്കത്ത് അഷ്ടമി ദിവസം ശിവമണ്ഡപത്തിൽ പ്രശസ്ത പിന്നണി ഗായകൻ P. ജയചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനമേള ശ്രദ്ധേയമായി.
സ്വാമി വിവേകാനന്ദ നായർ സമാജം പിറവം യൂണിറ്റും ശുശ്രൂത ഐ ഹോസ്പിറ്റൽ കാക്കനാടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഡിസംബർ 9 ഞായറാഴ്ച പാഴൂർ അരിക്കത്ത് ഭവനത്തിൽ വെച്ച് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മീഡിയേഷൻ ആൻഡ് കൗൺസിലേഷൻ സെന്ററിന്റെയും പിറവം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വൈക്കത്ത് അഷ്ടമിയുടെ ദർശന പ്രാധാന്യമായ അഷ്ടമി വിളക്ക് ഭക്തി നിർഭരമായി. വടകര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ഉത്രം പൂജയും നെയ്യാട്ടും ഭക്തിസാന്ദ്രമായി. സിറ്റി ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.